എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. പ്രകാശിനോട് നല്ല 8ന്റെ പണി കൊടുക്കാനായിട്ട് കാർത്തിയെ തീരുമാനിച്ചു. കാർത്തിയെ വിളിച്ചിട്ട് പ്രകാശിനോട് പറഞ്ഞു, അതെ അച്ഛൻ ക്ഷേത്രത്തിലാന്നല്ലേ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്നത്തെ ദിവസം ഒരു വിശേഷാൽ ദിവസമാ. ഇന്നത്തെ ദിവസം പെൺകുട്ടികളുടെ കാല് കഴിവാണെങ്കിൽ അങ്ങനെ സമ്പത്തും ആരോഗ്യവും അതെല്ലാം നമുക്ക് കുമിഞ്ഞു കൂടുമെന്നാ പറയണേ. നല്ല കാര്യമാണെന്ന് പറയാം. അച്ഛൻ്റെ കാര്യം ചെയ്യാം, അവിടെ പെൺകുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ കാല് പോയി കഴുകാൻ പറയാം. ഇത് കേട്ടതും പ്രകാശൻ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അല്ല മോളെ, ഇന്ന് വരെ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല. അത് കുഴപ്പമില്ല, അച്ഛൻ്റെ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവണ്ടേ, അതിനുണ്ട് ഏറ്റവും നല്ല മാർഗമാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എല്ലാ ആൾക്കാരും ചെയ്യും, എല്ലാ ആണുങ്ങളും ചെയ്യും. എന്തിനേറെ പറയും, ചെറുപ്പക്കാർ വരെ ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെ. അച്ഛനത് ചെയ്യാൻ പറയാണ്. ഇനിയിപ്പൊ ചെയ്യാതെ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്റെ ഭഗവാനെ? അവള് പറഞ്ഞല്ലേ, ചെയ്യാതിരിക്കാനും പറ്റില്ല. ദൈവമേ, ആ തിരുമേനയുടെ മുന്നിൽ വെച്ച് വേണ്ടാത്ത തരങ്ങളൊക്കെ വിളിച്ചു പറയുകയും ചെയ്തു. ഇനി എങ്ങനെ അയാളുടെ മുന്നിലേക്ക് ചെല്ലുന്നേ? ചെല്ലാതിരിക്കാനും പറ്റത്തില്ലോ. രണ്ടും കൽപ്പിച്ച് പ്രകാശൻ അങ്ങോട്ട് പോവാണ് കയറി. ഇനിയിപ്പൊ ആ ദീപ കാണൂലോ, താൻ പോയി കാല് കഴുകുന്നേ. ഇപ്പൊ ആരൊക്കെ കണ്ടെന്ന് പറഞ്ഞാലും കാർത്തിക മോളെ വിഷമിക്കാൻ പറ്റില്ല. അവളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തന്റെ കാര്യം, തന്റെ ഗോവിന്ദൻ, തന്റെ മകന്റെ കാര്യം, വിക്രമാദിത്യന്റെ കാര്യം എല്ലാം ആകെപ്പാടെ നാശകോശമായിപ്പോ. കാരണം അവളൊരു പുതിയ കമ്പനിയും കൂടെ തുടങ്ങാൻ പോവാ. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോഴത്തേനും പ്രകാശിന് പിന്നെ അവിടെ നിൽക്കാനൊന്നുമില്ല. പ്രകാശ് നേരെ തിരികെ ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയം കാർത്തിക ലക്ഷ്മിനെ വിളിച്ചു. എന്താ വിളിച്ചെന്ന് ചോദിക്കണം. അല്ല, അമ്മയ്ക്ക് കൺകുളിർക്കി ഒരു കാഴ്ച കാണാന്ന് പറയണ. ഇപ്പൊ എന്ത് കാഴ്ച? അമ്മ നേരെ ക്ഷേത്രത്തിലേക്ക് വിട്ടോളാൻ പറയണം. ക്ഷേത്രത്തിലേക്കോ? അതെ, പെൺകുട്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രകാശിന് ചതുർത്ഥിയായിരുന്നല്ലോ. പെൺകുട്ടികളെ കാണുന്ന വെറുപ്പല്ലേ? ആ പ്രകാശൻ ഇന്ന് പെൺകുട്ടികളുടെ കാല് കഴുകുന്ന കാഴ്ച അമ്മയ്ക്ക് കാണാന്ന് പറയണ. കാല് കഴുകുന്ന കാഴ്ച? അതെ അമ്മേ, ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട്. ആ പ്രകാശൻ ഇപ്പൊ അതിനകത്ത് വീണിട്ടുണ്ട്. അമ്മ ധൈര്യമായിട്ട് അങ്ങോട്ട് പൊക്കോ. മറിഞ്ഞെന്ന് വേണം കാഴ്ച കാണാനായിട്ട്. അറിയാലോ, അതൊക്കെ ഞാൻ ഏറ്റുമോളെ. ആ കാഴ്ച കാണണം. ഇത് മാത്രമല്ല, ഇനി അയാളുടെ നെഞ്ചു പടയുന്ന കാഴ്ചയും കൂടെ ഞാൻ കാണും. ധൈര്യമായിട്ടിരിക്കുക, ഞാൻ അങ്ങോട്ട് ഇപ്പൊ തന്നെ പോയേക്കാന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി ക്ഷേത്രത്തിലേക്ക് പോവാണ്. ഈ സമയം പ്രകാശൻ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് കയറി ചെല്ലുക. അപ്പൊ തിരുമേനി ചെന്താ പ്രകാശ? അല്ല തിരുമേനി, ഈ പെൺകുട്ടികളുടെ കാല് കഴിയുവാണെങ്കിൽ സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാവും പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ കാലും കൂടെ ഒന്ന് കഴിയേക്കാന്ന് കരുതി ഞാൻ വന്ന. അല്ല, വല്ല പെൺകുട്ടികൾ ഇവിടെ ഉണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടാ തിരുമേനി പറഞ്ഞു, അല്ല മുമ്പ് പ്രകാശൻ ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞ്. അല്ല, അത് പിന്നെ അപ്പോഴത്തെ ഒരു ഇതിൽ ഞാൻ അങ്ങോട്ട് പറഞ്ഞു പോയതാ. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചെന്ന് പറയാം. ഓ അങ്ങനെ, ഞാൻ നോക്കട്ടെ എന്ന് പറയണ. പിന്നെ അത് മാത്രമല്ല, 3 പെൺപിള്ളേരുണ്ടായിരുന്നു പറഞ്ഞു ഇവിടെ. പക്ഷെ അവർ പോയല്ലോ എന്ന് എനിക്ക് അറിയില്ല എന്ന് പറയണം. എങ്ങനെയെങ്കിലും ആ പെൺപിള്ളേരൊന്നും ഇങ്ങോട്ട് കൊണ്ടുപോവാ. ഞാൻ അവരുടെ കാലെങ്കിൽ കാല് എന്ത് വെള്ളം കഴിക്കോളാം. പൂജ അതിൻ്റെതായ രീതി നടക്കട്ടെ എന്ന് പറയാണ്. പിന്നീട് തിരുമേനിയോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാ. ഈ സമയം ദീപ അങ്ങോട്ട് വന്നു. ദീപ കണ്ടു പ്രകാശൻ തിരികെ വന്നിട്ട് വീണ്ടും അവിടെ നിൽക്കുന്നത്. ദീപയ്ക്ക് തോന്നി എന്തിനുള്ള പുറപ്പാടാന്ന് പോലും മനസ്സിലായില്ല. അങ്ങനെ ആ പെൺകുട്ടികൾ വന്നിരുന്നു. അവരുടെ കാലൊരു തട്ടത്തിനകത്തേക്ക് കയറ്റി വെച്ചു 3 പേരെയും നിരന്നിരിക്കുകയാണ്. പിന്നീട് പ്രകാശന്റെ കയ്യിലേക്ക് ഒരു മൊന്ത, അതിനകത്ത് കുറച്ച് വെള്ളം, മഞ്ഞൾ പോലെ എല്ലാം കൊടുക്കുകയാണ്. പ്രകാശൻ അവരുടെ പാദം കഴിക്കുമോ? ചെയ്തു പോയ പാപങ്ങളെല്ലാം ദൈവം പൊറുക്കും. അത് മാത്രമല്ല, സമ്പൽ സമൃദ്ധി ഉണ്ടാവുന്നല്ലേ പറയണേ. അതുകൊണ്ട് നല്ല കാര്യം പ്രകാശ. ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറയാ. പ്രകാശന് നല്ലത് മാത്രമേ വരുവുള്ളൂ എന്ന് പറയാ. പ്രകാശന് ഉള്ളി ദേഷ്യപ്പെട്ടോണ്ടാ ചെയ്യുന്നേ. പക്ഷെ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ, പെട്ടുപോയില്ലേ. വേറെ നിവൃത്തിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അങ്ങനെ പ്രകാശന് കാല് കഴുകുവാണ്. ഈ സമയം ദീപ ഇത് കണ്ടു. അപ്പോഴാണ് ലക്ഷ്മി ദീപയുടെ അരിയിലേക്ക് വരുന്നേ. പെട്ടെന്ന് ലക്ഷ്മി ദീപനെ വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇതെന്ത് ചടങ്ങാ? ഞാൻ ഇതിനു മുമ്പ് ഇത് കണ്ടിട്ടില്ലോ എന്ന് പറയാണ്. ഇത് കണ്ട് ദീപ പറഞ്ഞു, എനിക്കറിയില്ല, ഞാനിത് ആദ്യമായിട്ട് കാണുക. പെൺകുട്ടികളുടെ കാല് കഴുകുന്ന എന്തോ ഒരു ചടങ്ങാന്ന് പറയാം. ഈ സമയം ദീപയുടെ ചോദിച്ചു, ഇവിടെ ആദ്യമായിട്ടാണെന്ന് ചോദിക്കാം. അല്ല ഇയാളെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഇയാൾ ആ പെൺകുട്ടികളുടെ അച്ഛനോ മറ്റോ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും ആ കുട്ടികളുടെ കാല് കഴുകുന്നല്ലേന്ന് ചോദിക്കുക. ആ കുട്ടികളുടെ അച്ഛനൊന്നും അല്ല, അയാൾ എന്റെ ഭർത്താവാണെന്ന് പറയാ. ഭർത്താവോ? അതെ, അയാൾക്ക് 2 പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് വരെ അയാൾ അവരുടെ കാല് കഴുകാൻ പോയിട്ട് 7 അയലക്കത്ത് പോലും അങ്ങേരെ അടുപ്പിച്ചിട്ടില്ല. അങ്ങേര് പിന്നെ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നതെന്നൊന്നും അറിയത്തില്ല. എന്തോ ഗൂഢലക്ഷ്യമുണ്ട്, അതുകൊണ്ടാന്ന് പറയാ. ഇത് കേട്ട ലക്ഷ്മി പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ എന്ന് പറയാ. ഇങ്ങനത്തെ ഉള്ള അവന്മാർക്കൊക്കെ ഇങ്ങനെ തന്നെ കിട്ടണമെന്ന് പറയാ. എന്റെ പേര് ലക്ഷ്മി, ഞാൻ ഇവിടെ അടുത്താ താമസിക്കണമെന്ന് പറയാം. ശരി, നമുക്ക് പിന്നെ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മി അങ്ങോട്ട് പോവാണ്. ഈ സമയം ദീപ ഓർത്തു, ഇവരെ തനിക്ക് എവിടെ ഒരു പരിചയമുള്ളവർ തോന്നുന്നു. നല്ല ഭോലക്ഷണം തോന്നുന്നു. കാരണം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, നല്ല ആഡിത്യമൊക്കെ ഉണ്ട്. പക്ഷെ എവിടെയാ എന്താണെന്നൊന്നും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല ദീപയ്ക്ക്. ഈ സമയം പ്രകാശൻ ആകെപ്പാടെ ഒരു വെപ്രാളം വിഷമമൊക്കെ ഉണ്ട്. ദീപയെ കണ്ടോണ്ടിരിക്കുക താൻ കാല് കഴിയുന്നത്. പിന്നീട് പ്രകാശൻ അങ്ങോട്ട് ഇറങ്ങി വന്നു. അപ്പൊ ദീപ അവിടെ നിൽക്കുന്നുണ്ട്. ഓ നീയെല്ലാം കണ്ടു കാണില്ലേ അല്ലേ?
പിന്നെ എനിക്ക് പെൺകുട്ടികളും താല്പര്യമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, എനിക്ക് സമ്പൽ സമൃദ്ധിയൊക്കെ ഉണ്ടാകാൻ വേണ്ടിയിട്ടാ. അല്ലാതെ വെറുതെ ചീള കേസൊന്നല്ല. എനിക്ക് ഒരു ഭാരമില്ലാത്ത കാര്യം ഞാൻ ചെയ്യുന്ന നിനക്ക് തോന്നുന്നുണ്ടോ? അതുകൊണ്ട് നീ അത്ര അഹങ്കരിക്കൊന്നും വേണ്ടെന്ന് ദീപയോട് പറയാം. അത് ഞാനൊന്നും വിചാരിച്ചില്ലല്ലോ. നിങ്ങൾ കാലി കഴുകി അതിന്റെ ഗുണം കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് കൊള്ളാം. അതിനിപ്പോ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട് ദീപ അങ്ങോട്ട് പോവാണ്. പിന്നീട് നേരെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കല്യാണം കിരണും അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കല്യാണിയും കിരണും ഈ കാര്യങ്ങളൊക്കെ പറയണം, ക്ഷേത്രത്തിൽ നടന്ന സംഭവങ്ങളൊക്കെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അത് അത്ഭുതമായിരിക്കുന്നല്ലോ അമ്മേ. പക്ഷെ ഞാൻ ഇങ്ങനെ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അല്ല, ആ ക്ഷേത്രത്തിൽ ഇങ്ങനെ നടത്തിയും കണ്ടിട്ടില്ലെന്ന് പറയാ. എനിക്കും അറിയത്തില്ല മോളെ, ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. പക്ഷെ ആ സമയത്ത് അങ്ങോട്ടൊരു ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. അവരും ഇതിനെക്കുറിച്ച് എന്നോട് ചോദിച്ചു. എനിക്കും അതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന് പറഞ്ഞു. അവരും ഇത് ആദ്യമായിട്ട് കാണുന്നതാണ് പോലും. അല്ലമ്മേ, എന്നിട്ട് ആ പ്രകാശൻ എന്ന് പറയുന്ന അയാളെ എങ്ങോട്ട് പോയെന്ന് ചോദിക്കുകയാണ് കിരണ്. അയാൾ എങ്ങോട്ട് പോകാനാ? അയാൾ കാറിൽ കയറി എന്നെ വിളിച്ചിട്ട് അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് പറയാം. ഈ സമയം കിരൺ പറഞ്ഞു, അതേ കാലം അയാൾ ഇങ്ങനെ സൂഹിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിനകത്ത് വേറെ എന്തൊക്കെയോ ഒരു തന്ത്രം ഉള്ള പോലെ എനിക്ക് തോന്നുന്നു എന്ന് പറയണം. ഈ സമയം കല്യാണി ചോദിച്ചു, ആ എന്താ കിരണാട്ടാ അങ്ങനെ പറഞ്ഞേ? എന്റെ മനസ്സ് അങ്ങനെ എന്തൊക്കെയോ ഒരു പറയുന്നുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും മനസ്സിൽ കണ്ട കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ടും തെറ്റിപ്പോയിട്ടില്ലെന്ന് പറയണം. ഒരു പക്ഷേങ്കില് പ്രകാശൻ എന്ന് പറയുന്ന അയാള് അങ്ങനെ പെൺകുട്ടികളുടെ കാല് കഴിയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഗുണകരമായ സംഭവങ്ങൾ ഉണ്ടായിരിക്കണം. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു കാരണവശാലും അങ്ങനെയും ചെയ്യത്തില്ലെന്ന് പറയാ. ഈ സമയം പ്രകാശൻ നേരെ വീട്ടിലേക്ക് ചെല്ലുവാണ്. അപ്പൊ കാർത്തിക അവിടെ ഉണ്ടായിരുന്നു. കാർത്തിക എന്താ വെച്ചേ? കാലൊക്കെ കഴിയോ? പൂജകളൊക്കെ നടത്തിയെന്ന് ചോദിക്കും. പിന്നെ ഇല്ലാതെ മോള് പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാൻ അതൊക്കെ അനുസരിക്കില്ലേ? അത് മാത്രമല്ല, സമ്പല സമൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന കാര്യമല്ലേ. ഇനി അതും പോരാഞ്ഞിട്ട് ഇനി മോള് കൂടെ വേണ്ടിയിട്ടല്ലേ? ഇത് കേട്ടപ്പോൾ കാർത്തിയോട്, ശരിയാ അച്ഛനങ്ങ് ചെയ്യുന്ന ഞാൻ പ്രതീക്ഷയില്ല കേട്ടോ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെയ്യുന്ന ചടങ്ങാത്. മോള് പറഞ്ഞപ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ്. പിന്നീട് കാർത്തിക മനസ്സിൽ പറഞ്ഞു, ചെയ്യടാ ചെയ്യ. ഇത് നിനക്കിട്ട് ഞാനൊരു പണി തന്നാ നീ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്ത പണിയാ തന്നിരിക്കുന്നത്. ഇനി ഇതുപോലത്തെ ഉള്ള പണികളൊക്കെ നിനക്ക് ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷിക്കാന്ന് പറയാ. നീ കാല് കഴുകുന്ന കാഴ്ച എൻ്റെ അമ്മ കണ്ടിട്ടുണ്ടായിരുന്നു. അമ്മ അത് കൺകുളിരൊക്കെ കണ്ടിട്ടാടാ പോയെന്ന് മനസ്സിൽ പറയാം. പിന്നീട് കാണിക്കുന്ന വിക്രമാദിത്യൻ വീട്ടിലേക്ക് വരുവാണ്. അങ്ങനെ വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ പ്രകാശൻ ചോദിച്ചു, നീ ഇവിടുത്തെ എവിടെ പോയതായിരുന്നു ചോദിക്കുക. അല്ലച്ച, ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ കാണട്ടെ. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി പണ്ടത്തെ പോലെ കണ്ട കാലാപ്പിള്ളേരുമായിട്ട് തെങ്ങ് കിടക്കേണ്ട കാര്യം നിനക്കില്ല എന്ന് പറയണം. അച്ഛൻ എന്തൊക്കെയാ പറയണേന്ന് ചോദിക്കാം. ദേ എൻ്റെ ഫ്രണ്ട്സിനെ കാണാൻ പോകുന്നൊരു കുറ്റമാണെന്ന് നിൽക്കും. എടാ, ഫ്രണ്ട്സൊക്കെ വേണം ഒരു പരിധി വരെ. പക്ഷെ ഇനിയിപ്പം നീ അങ്ങനെയല്ല, നീ വലിയ MD ആവാൻ പോവല്ലേന്ന് ചോദിക്കും. MD ആവാനാ? അച്ഛനത് എന്ത് പറ്റിയെന്ന് ചോദിക്കാം. എടാ മോനെ, കാർത്തിക മോളെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങുക. ആ കമ്പനിയുടെ MD ആക്കാൻ പോകുന്ന ആരെയാണെന്നറിയാവോ? നിന്നെയാന്ന് പറയണം. എന്റെ പോച്ചാ, ദേ അവരങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ചോദിക്കും. ദേ എന്നോട് കാർത്തിക മോള് പറഞ്ഞ സംശയമില്ലാത്ത കാര്യ, മോള് പറയുന്ന കാര്യങ്ങളെല്ലാം നടത്തും. അല്ല ചാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇങ്ങനെ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും ലക്ഷ്യം കാണത്തില്ലേ? അച്ഛൻ എന്താ അതിനെക്കുറിച്ച് ചിന്തിക്കാത്തേന്ന് ചോദിക്കും. എന്റെ മോനെ, അതിന്റെ പിന്നിൽ ലക്ഷ്യം ഉണ്ടോന്ന് ചോദിച്ചാൽ പിന്നെ ഓർത്ത് വേണോ പറയണോ? അവരുടെ അമ്മേനെ താൻ വിവാഹം കഴിക്കാൻ പോകുന്ന കാര്യം പറയണോ? വേണ്ട, ഇപ്പൊ പറയണ്ട. അത് പിന്നെ അതൊക്കെയുണ്ട്, അതൊക്കെ നീ സമയാസമയങ്ങളിൽ അറിഞ്ഞാൽ മതി എന്ന് പറയാം. പിന്നെ നിനക്കറിയാലോ, ആ കിരണിന്റെ കല്യാണിക്കിടെ ഒരു പണി കൊടുക്കാൻ കിട്ടുന്ന അവസരമാ. അതുകൊണ്ട് ധൈര്യമായിട്ടിരുന്നു. അത് മാത്രമല്ല, ഇതിന് ശമ്പളമൊന്നും കാണത്തില്ല എന്ന് പറയണ. ശമ്പളം ഇല്ലേ, പിന്നെ എങ്ങനെ ജോലി ചെയ്യുന്നേ? എടാ മോനെ, നമുക്ക് 50-50 ആന്ന് പറയാണ്. കാരണം ഇതിനകത്തുനിന്ന് കിട്ടുന്ന ലാഭം വർഷാവർഷം അത് വീതിക്കും. 1 കോടി കിട്ടിയ 50 ലക്ഷം രൂപ, 2 കോടിയാണെങ്കിൽ 1 കോടി രൂപ. ആഹാ, അത് കൊള്ളാലോ അച്ഛാ. ആഹാ, അപ്പൊ ഞാനിനി ഇപ്പൊ കോടീശ്വരൻ ഞാൻ പോവല്ലേ നിൽക്കുക. അതേടാ മോനെ, അതാ ഞാൻ പറഞ്ഞു, നീ പണ്ടത്തെ പോലെ ഇങ്ങനെ ഊടി തണ്ടി നടക്കുകയും ചെയ്യരുത്. ഇതേ കാർത്തിക മോളുടെ ഇംപ്രസ് പിടിച്ചു വരണം. കാരണം അവളോടൊപ്പം എല്ലാത്തിനും കൂടെ നിൽക്കണം. എനിക്ക് മാത്രം ഇനി നിനക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റുള്ളൂ എന്ന് പറയാം. ഇത് കേട്ടതും അങ്ങനെ വിക്രം ചില പദ്ധതികളൊക്കെ മനസ്സിൽ കരുതോ, എന്നോടാ ഇനി കളിക്കാൻ പോകുന്ന കിരണും കല്യാണിയും കൂടെ അവർക്കിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ആരാ MD ആന്ന് അങ്ങനെയുള്ള ദിവാസ്വപ്നമൊക്കെ കണ്ട് വിക്രം ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലായിരിക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു.